ആൻസി മോളെ ആൻസി ആൻസി ഞാൻ അമ്മച്ചീനെ വിളിക്കേ. അമ്മച്ചി അമ്മച്ചി ചേച്ചി ബ്ലൗസ് അടിച്ചു വെച്ചിട്ടുണ്ട് ചേച്ചി. ബുക്കും കൂടി വെക്കാനുണ്ട്. ഞാൻ രാവിലെ എത്തിച്ചാ മതിയില്ലേ? തന്നെ എനിക്ക് തരണം, അത്യാവശ്യമാണ്. എനിക്കറിയാം. ഈ അടിച്ചാലേ എനിക്കത് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കയ്യിൽ തന്നെ തരുന്നത്. ഞാൻ രാവിലെ എത്തിക്കാം, അങ്ങോട്ട് എത്തിക്കാം. ഞാൻ പോട്ടെ. ഇന്ന് കുറച്ച് തിരക്കുണ്ടായോണ്ടാണ്. ബുക്ക് മാത്രമേ വെക്കാനുള്ളൂ. രാവിലെ തന്നെ ഞാൻ എത്തിക്കാം. ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വീട്ടിലൊരെണ്ണായിക്കോ. ഞങ്ങൾ ആക്കുന്നുണ്ട്. നമ്മളെ അമ്മ ആക്കി തരുന്ന പറയുന്നുണ്ടായിരുന്നു. നിങ്ങളെ അമ്മ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി തൊട്ടോ. ഇത് തൊടാൻ നിൽക്കണ്ട. വാവേ എല്ലാം അവരെയാണ് കേട്ടോ. നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കിയിട്ട് നമുക്ക് ആക്കാട്ടാ. രണ്ടാള് സ്റ്റാറും ക്രിസ്മസ് ട്രീ എല്ലാം കാണാൻ പോയിട്ട് എന്തായി, കണ്ടില്ലേ? കാണിച്ചിട്ടില്ല. അവര് പറഞ്ഞ് നിങ്ങളെ വീട്ടിൽ പോയിട്ട് അമ്മേനോട് പറഞ്ഞാക്കിയിട്ട് അത് തൊട്ടോന്ന്. പിന്നെ അവനെയും തൊട്ടാൻ പറ്റിയിട്ടില്ല. അമ്മ നമ്മളെ വീട്ടിലെന്താ അമ്മ നക്ഷത്രം പോയിട്ട് നോക്കാത്തത്? അമ്മേന്റെ മക്കൾക്ക് രണ്ടാക്കും സ്റ്റാറും ക്രിസ്മസ് ട്രീ എല്ലാം ആക്കി തരും കേട്ടാ. അമ്മേന്റെ മക്കള് കരയണ്ടേ, ഇനി അങ്ങോട്ട് പോണ്ട കേട്ടാ. എന്റെ കർത്താവ്, എന്റെ മക്കൾക്ക് ഇതിനുള്ളൊരു ഭാഗ്യം എപ്പോഴാ ഉണ്ടാകുക? നല്ലൊരു ദിവസമായിട്ട് എന്റെ മക്കള് മാത്രമാണല്ലോ ഇങ്ങനെ ഒരു വിധി. എന്റെ മാതാവേ, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തന്നിരുന്നെങ്കിൽ എന്റെ മക്കളെയും സങ്കടം എനിക്ക് കാണണ്ടായിരുന്നു. എടി ആൻസി, എനിക്കെന്നെ മനസ്സിലായാ? നീ എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നേ? ഞാൻ നിന്നോട് +2 പഠിച്ച അലീനയാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലടി നിന്നെ. ഇതെന്ത് കോലാന്നടി, ഇതെന്താ ഇങ്ങനെ പറ്റിപ്പോയേ? നിന്റെ മോനാ ഇത്? ആടി എന്റെ മോനാ, ഒരു മോളും കൂടി ഉണ്ട്. അതെല്ലേ. അപ്പൊ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാടി നല്ലത്. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ഓർമ്മയില്ല. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റതാണ്. സാറിലടി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അതൊക്കെ വീട്. ലൈഫിലാകുമ്പോ ഒരാൾക്ക് ഓരോ പ്രശ്നങ്ങളല്ലേ. പിന്നെ നീ എന്താ ചെയ്യുന്നിപ്പോ? ഞാനിപ്പോ ഇവരെയും കൊണ്ട് പുറത്തൊന്നും ജോലിക്കൊന്നും പോവാൻ കഴിയില്ലടി. അപ്പൊ ഒരു തയ്യൽ മെഷീൻ ഉണ്ട് വീട്ടില്. അപ്പൊ അത് അടുത്തെല്ലുള്ളവരെല്ലാം എന്തെങ്കിലും എല്ലാം അടിക്കാനെല്ലാം തരും. അപ്പൊ അതിനെ കൊണ്ട് എന്തെങ്കിലും എല്ലാം കഴിഞ്ഞു പോന്ന്. നിനക്ക് തയ്ക്കാനൊക്കെ അറിയാ? എന്നിട്ടാണോ നിനക്ക് നല്ല ഡ്രസ്സൊക്കെ, നല്ല മോഡൽ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യറാ. നല്ല ബിസിനസ് അല്ലേ? ഇപ്പൊ എത്ര ആൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തും പോകണ്ടല്ലോ. അങ്ങനെയെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമെല്ലാം ഉണ്ടടി. പക്ഷെ അതിനെല്ലാം ഒരുപാട് പൈസയും വേണം. പിന്നെ നല്ല ഫോണും കാര്യങ്ങളെല്ലാം വേണ്ടേ. ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് എനിക്കും കർത്താവിനും മാത്രമേ അറിയൂ. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. പിടിക്ക്. ഇനി മൊബൈൽ ഇല്ലായിട്ട് നിന്റെ ബിസിനസ് നടക്കാതിരിക്കണ്ട. ഇതിൽ നാളെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി നിന്റെ മോഡൽ ഡ്രസ്സൊക്കെ അതിൽ റീൽസ് ആയിട്ട് ഇടുക. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞുതരൊന്നും വേണ്ടല്ല. നീ ഒന്നും പറയണ്ട, നീ കരയണ്ട. അടുത്ത തവണ നിന്നെ ഞാൻ കാണുമ്പോ ഈ കരഞ്ഞ കണ്ണുകളായിട്ട് കാണാൻ പാടില്ല മോനെ. എടി ഞാൻ പോട്ടെ എന്നാല്. എടി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി. നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. നിന്നെ കർത്താവ് കൈവിടില്ല. ഞാൻ പോട്ടെ എന്നാല്. അല്ല, ഈ മൊബൈല് മാത്രം തന്നിട്ട് എന്താ കാര്യം? എനിക്ക് ബിസിനസ് ചെയ്യാൻ വല്ല കാശുണ്ടോ കയ്യില്? ഇത് വെച്ച എല്ലാം ശരിയാവും. നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്താൽ മതി. എല്ലാം ശരിയാവും.
എന്റെ കർത്താവേ. ഹലോ ഹലോ ചേച്ചി, ഞാൻ ചേച്ചി ഇൻസ്റ്റഗ്രാമിലിട്ട നൈറ്റീസിന്റെ ഫോട്ടോസ് കണ്ടിട്ട് വിളിക്കുന്നതാണ്. ആ പറഞ്ഞോളൂ, എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ ട്രിവാൻഡ്രത്തുനിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ചേച്ചി ഇട്ട ആ ബ്ലാക്ക് നൈറ്റി, അതുപോലെ തന്നെ ആ ഒരു ക്രീം കളർ നൈറ്റീസിൽ അതെനിക്ക് വേണമായിരുന്നു കേട്ടോ. അതിന്റെ എങ്ങനെയാണ് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയണേ. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടാ. ആ നല്ല മെറ്റീരിയലാ, പ്യുവർ കോട്ടൺ മെറ്റീരിയലാ, ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ, ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. ആ വാട്സപ്പിൽ അയച്ചോ കേട്ടാ. ഗൂഗിൾ ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടാ. എന്റെ ഫസ്റ്റ് ഓർഡറാണ്. ഓക്കെ ഓക്കെ, അഡ്രസ് എല്ലാം ഈ നമ്പറിൽ അയച്ചിട്ടോ കേട്ടാ. മെഷർമെന്റും കാര്യങ്ങളും എല്ലാം അയച്ചിട്ടോ, എത്രയും പെട്ടെന്ന് ഞാൻ കൊറിയർ ചെയ്ത് തരാം കേട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്റെ കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ മക്കളെ. ഹായ്, ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് കണ്ട, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആയിരിക്കെങ്കിൽ ഈ ഡ്രസ്സ് വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഹായ്, വെറൈറ്റി ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അപ്പോൾ ഇതാ നല്ല അടിപൊളി വെറൈറ്റി ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അറിയാല ഈ കാണുന്ന. ഹലോ ഹലോ ചേച്ചി, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പരസ്യം കണ്ടിട്ട് വിളിക്കുന്നതാണ്. പറഞ്ഞോളൂ ചേച്ചി. ഇട്ടൊരു റെഡ് ഡ്രസ് ഇല്ലേ, അത് വേണമായിരുന്നു. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. മെഷർമെന്റും കാര്യങ്ങളും അഡ്രസ് എല്ലാം അയക്കണേ. ഈ നമ്പറിലേക്ക് ജിപേ ചെയ്തോട്ടാ. ഓക്കെ ഓക്കെ, മെസ്സേജ് അയക്കേ. ഡ്രസ് എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നാ? ഓക്കെ, താങ്ക് യു. എത്രയും പെട്ടെന്ന് അയച്ചേരാ കേട്ടാ, വാട്സപ്പിൽ മെസ്സേജ് അയക്കേ. എന്താ നീ ഇതെല്ലാം തുടങ്ങിയല്ലേ നീ ഇപ്പൊ? നിന്റെ സ്റ്റിച്ചിങ് എല്ലാം നല്ല ഇതല്ലേ ഡ്രസ്സിന്റെ എല്ലാം. പിന്നെ നിനക്കിപ്പോ ഓർഡർ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിട്ട് നല്ല തിരക്കാണ്. എനിക്ക് 2 ഡ്രസ് ഉണ്ട്, നീ ചെയ്ത് തരണം കേട്ടോ. അതെല്ലാം ഞാൻ ചെയ്തേരാം, ടൈം കിട്ടുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം ഓർഡർ എല്ലാം അത്യാവശ്യം നല്ലോണം ഉണ്ട്, പക്ഷെ ഇതെല്ലാം കൊണ്ട് വണ്ടിയിലെല്ലാം കേറി പോക്കാന്ന് ഭയങ്കര. ഈ ഒരു സ്കൂട്ടി വാങ്ങുമ്പോളെ അതല്ലേ നല്ലത്, ഞങ്ങൾക്ക് എളുപ്പം കാര്യങ്ങൾ ചെയ്യാലോ. അതെ, ഞാൻ നോക്കുന്നുണ്ട് വല്ല സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഒരെണ്ണം നമ്മളെ പൈസ കൊടുത്ത് നോക്കണം. നീ നിന്റെ സ്റ്റിച്ചിങ് എല്ലാം നല്ലതായി, അതുകൊണ്ട് നീ പേടിക്കുന്നു വേണം. ഡ്രസ് എല്ലാം നല്ല. അതെ, കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോന്ന് ചേച്ചി, കുഴപ്പമില്ല. അങ്ങനെ 2 മക്കളെ നിനക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നാ ഞാൻ വരുന്നേടി, ഞാൻ എന്നാ അപ്പുറം പോയി വരുന്നേ. ചേച്ചി മറ്റേ ടൈം 2 ഡ്രസ് ഞാൻ പയ്യെ കൊടുത്തു വിടാം. കൊടുത്തു വിട്ടെ.
അലീന, നീ എന്തെന്നെ കണ്ടിട്ട് മിണ്ടാണ്ട് വന്നേ? നിനക്കെന്നെ മനസ്സിലായില്ല? ഞാൻ നിന്നെ എത്ര വിളിച്ചെന്നറിയാ, എത്ര മെസ്സേജ് അയച്ചു, നീ എന്തെങ്കിലും ഒരു റിപ്ലൈ തന്നേ എനിക്ക്? കഴിഞ്ഞ വർഷം ഈ പള്ളിമുറ്റത്ത് വെച്ച് നീ എനിക്ക് ആ മൊബൈൽ ഫോണും പൈസയും തന്നു പോയത് എന്റെ ജീവിതത്തിൽ എന്തോരം മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം. അതൊന്നും നിന്നെ വിളിച്ച് അറിയിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും പറ്റിയ എനിക്ക്? നീ എന്തെങ്കിലും വിളിച്ചേക്കുന്നേ? ഞാനോ? മൊബൈലാ? എപ്പോ? നീ എന്നാ ഈ പറയുന്നേ? നിന്നെ സ്കൂൾ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പൊ കാണുന്നത്രേ. പോടി, നീ വെറുതെ എന്നെ കളിപ്പിക്കല്ലേ. എടി, ഞാൻ 2 വർഷമായിട്ട് ഹസ്ബൻഡിനോട് പുറത്താന്ന്. ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയല്ലോ, പിന്നെ നിന്നെ എങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം കാണുക? പോടി, നീ വെറുതെ പറയല്ലേ. കഴിഞ്ഞ വർഷമല്ലേ ഈ പള്ളിമുറ്റത്ത് വെച്ച് നീ എനിക്ക് കുറച്ച് പൈസയും നിന്റെ മൊബൈൽ ഫോണെല്ലാം തന്നത്? എന്തെങ്കിലും ബിസിനസ് ചെയ്ത് എന്നോട് നന്നാവാനെല്ലാം പറഞ്ഞു. നീ എന്താ പിന്നെ ഇങ്ങനെയെല്ലാം പറയുന്നത്? എടി, സീരിയസ്ലി അത് ഞാനല്ല, നിനക്ക് ആള് മാറിയതായിരിക്കും. ഇല്ല, നീ തന്നെയാ. നീ എന്നെ പറ്റിക്കാൻ ആലോചിച്ചോക്കെ, ഞാനല്ല. എടി, ഞാൻ 2 വർഷമായി ഇവിടെ വന്നിട്ട് ഈ പള്ളിമുറ്റത്ത് ഞാൻ എന്തിനാ കളവ് പറയുന്നത്? കർത്താവാണ് സത്യം, അത് ഞാനല്ല. എടി, എന്നെ ഏട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നാ പിന്നെ കാണാം. ശരി എന്നാൽ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ സർവശക്തനായ ദൈവം പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന് നമ്മൾ പറയാറില്ലേ? അതെ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവസാനം കൈപിടിച്ചുയർത്തുന്ന ആ കരങ്ങളുണ്ടല്ലോ, ആ കരങ്ങൾ തന്നെയാണ് ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പ്.